വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച വെറുമൊരു ദിവസമല്ല, അതൊരു പെരുന്നാളാണ്. ആഴ്ചയിലെ പെരുന്നാൾ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല. മനുഷ്യകുലത്തിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. അവിടുത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയതും ഒരു വെള്ളിയാഴ്ചയാണ്. ഇനി ലോകം അവസാനിക്കുന്ന ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം തുടങ്ങുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഒരു മുഅ്മിൻ അശ്രദ്ധമായി ചിലവഴിക്കാൻ പാടില്ലാത്ത സമയമാണത്. ഈ പുണ്യദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ഹബീബായ, നമ്മുടെ കരളിന്റെ കരളായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് അന്ന് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് വെളിപ്പെടുത്തുന്നതാണ്. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അവിടുന്ന് മണ്ണായി പോയ ശേഷം എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ അങ്ങേക്ക് വെളിപ്പെടുത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, തീർച്ചയായും അള്ളാഹു പ്രവാചകന്മാരുടെ ശരീരങ്ങളെ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇവിടെ ഇരുന്നു ചൊല്ലുന്ന ഓരോ സ്വലാത്തും, സ്നേഹത്തോടെ നമ്മൾ ഉരുവിടുന്ന ഓരോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വചനവും, മദീനയിലെ ആ പച്ച കുബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നയാളുടെ മകൻ ഇന്നയാൾ അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്നവർ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പരം വലിയൊരു ഭാഗ്യം ഒരു വിശ്വാസിക്ക് എന്തു വേണം? അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മുഴുവനും സ്വലാത്തുകൾ കൊണ്ട് ധന്യമാക്കണം.